എല്ലാവരും എന്നെ കൈവിട്ടു. സാർ എന്നോട് ക്ഷമിക്കണം. സാറോ? കുറച്ചു മുമ്പ് നീ അങ്ങനെ അല്ലല്ലോ വിളിച്ചത്. ചെറ്റേന്നല്ലേ? അത് ഞാൻ എന്നെ തന്നെ വിളിച്ചതാ. എടാ, ഈ സ്റ്റേഷനിൽ വന്ന് നീ നിന്നെ തന്നെ ചെറ്റേന്ന് വിളിച്ചാ പിന്നെ ഞങ്ങൾക്കൊക്കെ എന്താ അവിടെ പണി? അയ്യോ, എന്നെ തല്ലരുത്. ഞാൻ നാളത്തെ മന്ത്രിയാ. അയ്യോ, നാളത്തെ മന്ത്രിയാണോ? പറന്നു കുഞ്ഞേ. നാളെ മന്ത്രിയെ കഴിഞ്ഞ പിന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനത്തെ മന്ത്രിയല്ല. സാറിന് എന്നെ തല്ലണോന്ന് തോന്നുമ്പോ സാർ എപ്പോ വേണമെങ്കിലും ഗസ്റ്റ് ഹൗസിൽ വന്നോ. ഞാൻ ആരും കാണാതെ കുനിഞ്ഞു നിന്നേരാ. സാർ തല്ലിട്ട് വെക്കോ. ഓ, എന്താ നിന്റെ പേര്? ശരിക്കുള്ള പേര് കുട്ടപ്പനാ. പിന്നെ സാറിന് ഇഷ്ടമുള്ള പേര് വിളിച്ചോ. അല്ല, കുട്ടപ്പൻ എന്താ ഈ സർക്കിളില്? എനിക്ക് ചെറുതായിട്ട് ഈ ജനസമ്പർക്ക പരിപാടി ഉണ്ട്. അതുകൊണ്ടാ ഞാൻ കഞ്ഞി കുടിക്കണ. അതിനിപ്പോ ഇവിടെ അല്ല, പുറത്തൊരു തിരുമേനി ഉണ്ട്. എന്താണ് തിരുമേനിയുടെ ആഗമന ഉദ്ദേശം? വിവരിക്കുക. പറഞ്ഞോ. പണത്തിന് ഇത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോ ഇല്ലത്തെ ഒരു മുറി വാടകയ്ക്ക് കൊടുത്തു. സിനിമാ തിയേറ്ററിൽ കരിഞ്ചന്തയ്ക്ക് ടിക്കറ്റ് വെക്കുന്ന ഒരു വലിയ റൗഡിയാണ് വാടകക്കാരെന്ന് ഞാൻ വളരെ വൈകി അറിഞ്ഞത്. ഇപ്പൊ വലിയ ശല്യമായിരിക്കണോ? മദ്യപിച്ചിട്ട് വരിക, മീൻ വരച്ച് കഴിക്കുക, എന്റെ പെൺകുട്ടികളെ നോക്കണ്ടാത്ത രീതിയിലൊക്കെ നോക്കുക. സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. കേട്ട ഭാവമില്ല.